നമസ്കാരം. മേയർ ബസ് തടയുന്നു, താൽക്കാലിക ഡ്രൈവറെ ചീത്ത വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മേയറുടെ ഭർത്താവ് ഒരു MLA ആണ്. 2024 ഏപ്രിൽ മാസത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചൊരു വാർത്തയും വന്നു. വാർത്ത ഇതായിരുന്നു: മേയർ ആര്യ രാജേന്ദ്രനെയും, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലാണ് താൽക്കാലിക ഡ്രൈവർ യദു പരാതി നൽകിയത്. ഒരു പാവം പിടിച്ച ചെറുക്കനാണ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു, മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഒരു താൽക്കാലിക ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുകയും അയാൾക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുകയും അയാളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ഈ മേയർ ചെയ്തത് എല്ലാവരും കണ്ടതാണ്. ഈ ബസ്സിലെ ക്യാമറയിലെ ഹാർഡ് ഡിസ്ക്, അതിന്റെ വിശദ വിവരങ്ങൾ, മെമ്മറി കാർഡുകൾ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു. അതെവിടെ പോയി എന്നറിയില്ല. അത് മനഃപൂർവ്വം മാറ്റിയത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഈ വിഷയത്തിൽ യദു നിയമ പോരാട്ടം തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. നമ്മൾ ആ വാർത്തയല്ല നമ്മൾ പരിഗണിക്കുന്നത്, ഇവിടുത്തെ ഒരു സിസ്റ്റം. അതായത് CPM ആണോ, CPMന്റെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരാണോ, ഇനി ചെറിയ പ്രവർത്തകരാണോ, MLA ആണോ, മേയറാണോ, എന്തും കാണിക്കാം. നിയമം കയ്യിലെടുക്കാം, നിയമത്തെ വിരട്ടാം, പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറാം, റോഡ് തടസ്സപ്പെടുത്താം, മെമ്മറി കാർഡ് കാണാതെ പോയി എന്ന് പറയാം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു MLAയും മേയറും പ്രവർത്തിക്കേണ്ട രീതിയിലാണോ അവർ അന്ന് പ്രവർത്തിച്ചത് എന്ന ചോദ്യം അന്ന് മുതൽ തന്നെ ഉയരുന്നതാണ്. അന്ന് തന്നെ ഇത്തരത്തിൽ ഈ യദു എന്ന ഈ ചെറുപ്പക്കാരനെ അവഹേളിക്കുന്ന, മോശമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് മേയർ നടത്തിയതല്ല. അതുപോലെ തന്നെ ഇവരെ, യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ഒരു MLAയും മേയർ. ആലോചിച്ചു നോക്കൂ, ഭാര്യയും ഭർത്താവുമാണ്. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്ത കാര്യമാണോ അവർ ചെയ്തത്? അപ്പോൾ അവർക്കെതിരെ ഹൈക്കോടതിയിലടക്കം പ്രൈവറ്റ് പെറ്റീഷൻ അടക്കം യദു നൽകുന്നു. ഇതിൽ നിന്നാണ് ഇപ്പോൾ ഇവരെ കുറ്റവിമുക്തരാക്കി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറ്റപത്രത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിരിക്കുന്നത്. മാത്രമല്ല, യദുവിനെതിരെ കൂടുതൽ അന്വേഷണം ശക്തമാക്കാനും നടപടിയെടുക്കാനും ഒക്കെ തീരുമാനമായിട്ടുണ്ട് എന്നും അറിയുന്നു. ഇവിടെ CPM ഭരിക്കുന്ന കേരളം, അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിൽ ഭരിക്കുന്ന കേരളം, തിരുവനന്തപുരം കോർപ്പറേഷനും CPM തന്നെയാണ് ഭരിക്കുന്നത് ഇപ്പോഴും. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരണമല്ലോ. ഇവരുടെ ഇത്തരം ചട്ടമ്പിത്തരങ്ങൾ, ഏകാധിപത്യ പ്രവണത, CPM ആണെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാം, ആരുടെയും മെക്കിട്ട് കയറാം, ആരെയും ചീത്ത വിളിക്കാം, എന്തും കാണിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ട് ഏതാണ്ട് 9.5 വർഷം കഴിയുന്നു. ഭരണം കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്തുകളയും, ഞങ്ങൾക്ക് സ്ലീപ്പർ സെല്ലുകളുണ്ട്, നിന്നെയൊക്കെ തട്ടിക്കളയും എന്ന് പാലക്കാട്ടെ പ്രമുഖനായ ഒരു BJP നേതാവിനെ അർജുൻ ആയങ്കി എന്ന സഖാവ് വെല്ലുവിളിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. ഇവർക്ക് എന്ത് വെല്ലുവിളിയും നടത്താം. അന്ന് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ആ പാളയത്ത് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ മേയറും മേയറുടെ ഭർത്താവും അതുപോലെ തന്നെ മേയറുടെ സഹോദരനും, അയാളിപ്പോ കേസിലെ പ്രതിയാണെന്നാണ് പറയുന്നത്. അയാൾ മാത്രമാണ് കേസിലെ പ്രതി. സത്യം പറഞ്ഞാൽ അയാൾ ഒന്നും ചെയ്തില്ല, അയാൾ മാറി നിൽക്കുകയായിരുന്നു. അവിടെ കിടന്ന് ആർത്തട്ടഹസിച്ചതും, അവിടെ കിടന്ന് ബഹളം കൂട്ടിയതും, ഇയാളെ വിരട്ടിയതും, പിടിച്ചിറക്കാൻ ശ്രമിച്ചതും ഒക്കെ തന്നെ മേയറും മേയറുടെ ഭർത്താവും കൂടിയാണ്, MLAയും സച്ചിൻ ദേവ് MLAയും കൂടിയാണ്. എന്നിട്ടും ഇവരെയൊക്കെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. അതായത് എന്ത് ചെയ്താലും, ഇവിടെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറിയാൽ, ഒരു പാവപ്പെട്ടവന്റെ പണി കളഞ്ഞാൽ, അവനെ തെറിവിളിച്ചാൽ, അവൻ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന്, അവൻ ഒരാംഗ്യവും കാണിച്ചില്ല എന്ന് വ്യക്തം. ദൃശ്യങ്ങളിൽ നിന്ന് ചില ദൃശ്യമാധ്യമങ്ങളിൽ ഇവർക്ക് അതിന്റെ വിശദമായ ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. അവൻ ഒന്നും ചെയ്തില്ല. അവൻ സാധാരണഗതിയിൽ വണ്ടി ഓടിക്കുന്നു. മേയറുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ കയറ്റി വിടാൻ സ്ഥലം കൊടുത്തില്ല. MC റോഡാണ്, വളരെ തിരക്കേറിയ തിരുവനന്തപുരം നഗരപ്രദേശമാണ്. ഇയാൾ സ്വാഭാവികമായും ഇത്രയും ആൾക്കാരുടെ ജീവൻ പണയം വെച്ചാണ്, അല്ലെങ്കിൽ ജീവൻ ഇയാളുടെ കയ്യിലാണ്, ഈ ഡ്രൈവറുടെ കയ്യിലാണ്. അപ്പോൾ അയാൾ വണ്ടി ഓടിക്കുമ്പോൾ മേയറുടെ വണ്ടി വന്ന് ഹോണടിച്ചാൽ ഉടനെ മാറിക്കൊടുക്കാനൊന്നും പറ്റിയെന്നിരിക്കില്ല. അതിനാണ് ഈ മേയറെ വഴിയിൽ തടഞ്ഞ് ഈ നാടകങ്ങളൊക്കെ കാണിച്ചത്, ഈ അട്ടഹാസങ്ങളൊക്കെ മേയറും മേയറുടെ ഭർത്താവും ചേർന്ന് നടത്തിയത്. പക്ഷേ കുറ്റപത്രത്തിൽ പേരില്ല. അരവിന്ദ് എന്ന മേയറുടെ സഹോദരന്റെ പേര് മാത്രമേ ഉള്ളൂ. ഇത് CPMന്റെ ധാർഷ്ട്യമാണ്. ഇത് CPMന്റെ അഹങ്കാരമാണ്. പോലീസ് സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കാം എന്നുള്ള അഹങ്കാരമാണ്. CPMകാർ പറഞ്ഞാൽ, പാർട്ടിക്കാർ പറഞ്ഞാൽ എന്തും ചെയ്യേണ്ടി വരുന്ന പോലീസുകാരുടെ ഗതികേട് നോക്കണേ. പ്രഥമ ദൃഷ്ടിയാ തന്നെ മേയറും മേയറുടെ ഭർത്താവായ MLAയും ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നിയമസഭ തല്ലി തകർത്ത കേസിൽ കാണിച്ച കട്ടായങ്ങളൊക്കെ കണ്ടില്ലേ? എന്നിട്ടും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് CPM ഇപ്പോഴും പറയുന്നത്.
അപ്പോൾ ഇവരുടെ ആ ഒരു നാണം കെട്ട മനസ്ഥിതി, അല്ലെങ്കിൽ ഒരുതരം വൃത്തികെട്ട മനസ്ഥിതി നമ്മളൊന്ന് ആലോചിക്കണം. CPM കാരനായാൽ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആവുകയുള്ളൂ. ഇതൊക്കെ തന്നെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചത്. അവിടെ പിന്നീട് ജനങ്ങൾ ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് അടിച്ചു പുറത്താക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേരളത്തിലും ആ സ്ഥിതി വിദൂരമല്ല. ഇത്തരത്തിൽ പാവപ്പെട്ട ഒരുത്തന്റെ നെഞ്ചത്ത് കയറി അവൻ പരാതി കൊടുത്തു, അന്വേഷണം നടന്നു. പക്ഷേ പ്രതികളായവർ കുറ്റപത്രത്തിൽ പേര് പോലുമില്ല. ആകെയുള്ള ഒരു പ്രതി മേയറുടെ സഹോദരൻ, കാഴ്ചക്കാരനായി നിന്ന അയാൾ മാത്രമാണ്. മേയർക്കും MLA-ക്കും എന്താ കൊമ്പുണ്ട്? അവരെന്താ ഈ നാട്ടിലെ പൗരന്മാരല്ലേ? ജനപ്രതിനിധികളായി എന്ന് വിചാരിച്ച് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമൊന്നും ഒരു മേയർക്കും ഒരു MLA-ക്കും ഇല്ല. പിന്നെ ഇതൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി ഇത് തന്നെ നടക്കുന്നു. മുഖ്യമന്ത്രി അടക്കം ഇവിടെ DYFI-ക്കാർ ചെടിച്ചട്ടിക്ക് തലയടിച്ച് പൊട്ടിച്ചപ്പോൾ, യൂത്ത് കോൺഗ്രസ്സുകാരന്റെ തലയടിച്ച് പൊട്ടിച്ചപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? അപ്പൊ പിന്നെ മേയറുടെയും അതുപോലെ MLA-യുടെയും ഒക്കെ പ്രവർത്തികൾ ഏറ്റവും മനോഹരമായ, ഏറ്റവും മാതൃകാപരമായ, ബസ് ഡ്രൈവറെ ഉപദേശിക്കുന്ന, KSRTC ബസ്സിനെ അകമ്പടി സേവിക്കുന്ന പരിപാടിയാണ്.